Hi friends, Rachel's മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വെർമിസെല്ലി മുട്ട ഉപയോഗിച്ചിട്ട് ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഈവനിങ് സ്നാക്ക് ആയിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നമ്മൾ സ്ഥിരം ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്താൽ അവർക്ക് മടുപ്പായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഹെൽത്തിയും ടേസ്റ്റി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. സോ കീപ് വാച്ചിങ്, ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. അപ്പോൾ നമുക്ക് ആദ്യം മസാല മിക്സ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് 2 മീഡിയം സൈസിലുള്ള പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഇതൊന്ന് വഴറ്റുക. അപ്പോൾ നമ്മളിത് ജസ്റ്റ് വഴറ്റിയെടുത്തു. ഇനി ഞാൻ ഇതിലോട്ട് സവോളയാണ് ആഡ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള സവോളയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞതാണ്. നിങ്ങൾ ചെറിയ സവോളയാണ് എടുക്കുന്നതെങ്കിൽ 2 വേണം. അതിനുശേഷം ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് വഴറ്റുക. ഒരുപാട് അങ്ങ് വഴറ്റേണ്ട, എന്നാലും ജസ്റ്റ് ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ആയി വരുമ്പോൾ അതുവരെ ഒന്ന് വഴറ്റുക. അപ്പോൾ ഉള്ളി ആവശ്യത്തിന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മസാലാസ് ആഡ് ചെയ്യാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ നമുക്കിതിലോട്ട് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം എരിവ് കിട്ടും. പിന്നെ നമുക്ക് ഇതിലോട്ട് 1/2 ടീസ്പൂൺ നമ്മുടെ മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടത് ഗരം മസാലയാണ്. ഗരം മസാല ഞാനിവിടെ 1/4 ടീസ്പൂൺ നിറയെ എടുത്തിട്ടില്ല, അതിൻ്റെ ഒരു പകുതി അത്രയും മതി. അത്രയും ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്നും കൂടി ഇതൊന്ന് വഴറ്റി ആ മസാലാസ് ഒന്നും കൂടെ ഒന്ന് വഴണ്ട് വരണ വരെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാല മിക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ മസാല മിക്സ് ഒരു പ്ലേറ്റിലോട്ട് നമ്മൾ എടുത്തു. അതിലോട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് 1 കപ്പ് നമ്മുടെ വെർമിസെല്ലി ഉണ്ടല്ലോ, അത് വേവിച്ചത് 1 കപ്പ് ആഡ് ചെയ്യുവാണ്. നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് വെർമിസെല്ലിയെ നിറയെ വെള്ളത്തിലിട്ട് വേവിച്ചെടുത്താൽ മതി. നമ്മൾ സാധാരണ ഒരു 350 ഗ്രാമിൻ്റെ പാക്കറ്റൊക്കെയാണ് വാങ്ങിക്കുന്നത്. അതിൻ്റെ ഒരു 1/4 ഭാഗം മതി, നമുക്ക് 1 കപ്പ് വെർമിസെല്ലി കിട്ടും. ഇനി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് മുട്ടയാണ്. ഞാനിവിടെ 3 മുട്ട ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ 3 മുട്ട ഇതിലോട്ട് ആഡ് ചെയ്തു. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തു. നമുക്കിനി ഫൈനലി ഇതിൽ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്യുക. ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്തത്. അപ്പോൾ ഉപ്പും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിതിനി കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു പാനിൽ ദോശ ചുടുന്നത് പോലെ നമ്മുടെ ഈ വെർമിസെല്ലിയും മുട്ടയും കൂടെ ഉള്ള ആ ബാറ്റർ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ഒരു തവി വെർമിസെല്ലി ഒഴിച്ചു കൊടുക്കുക. വെർമിസെല്ലിയും മുട്ടയും കൂടെ ഉള്ള ആ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് ഒന്ന് റൗണ്ട് ആക്കി എടുക്കുക. ജസ്റ്റ് ഒരു ഷേപ്പ്, ഒരുപാട് വലുതായിട്ടല്ല, നമ്മൾ കുഞ്ഞു കുഞ്ഞായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് റൗണ്ട് ആക്കി എടുക്കുക. അപ്പോൾ ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. നമുക്കിനി ഇത് മറിച്ചിട്ട് അടുത്ത സൈഡും കൂടെ ഇതുപോലെ വേവിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി നല്ല ഫ്ലഫി ആയിട്ട് വരും. സൈഡും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ സൈഡും കൂടെ നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടും. ഒരുപാട് സമയമൊന്നും വേണ്ട, കാരണം നമ്മൾ ഇതിലുള്ള ഉള്ളിയും വെർമിസെല്ലിയും എല്ലാം വേവിച്ചതല്ലേ നമ്മൾ ആഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കുക്കായി വരും. ഞാനിവിടെ രണ്ടാമത്തത് ഇപ്പോൾ ചുട്ടെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ബാക്കിയുള്ള എല്ലാം നമ്മൾ ഇതുപോലെ ചുട്ടെടുക്കണം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള വെർമിസെല്ലി എഗ് ദോശ അല്ലെങ്കിൽ വെർമിസെല്ലി എഗ് പാൻകേക്ക് എന്നോ എന്ത് പേര് വേണമെങ്കിലും നമുക്ക് പറയാം, റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് തയ്യാറാക്കാൻ വേണ്ടി. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ യൂസ് ചെയ്യാം. ഇതിലൂടെ വേറെ സൈഡ് ഡിഷൊന്നും നമുക്ക് വേണ്ട. വേണമെങ്കിൽ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് യൂസ് ചെയ്യാം. അതും കൂടെ വെച്ച് കഴിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ കമൻറ്റിലൂടെയും ഇമെയിലിലൂടെ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.